ഇനി കോട്ടയത്തേക്ക് പോയാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ലീഗ്. ഇന്നലെ ചേർന്ന ഉഭയകക്ഷി ചർച്ച തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. കോൺഗ്രസ് നിലപാടിൽ ലീഗിന് അതൃപ്തിയുണ്ട്. വിജയിച്ച സീറ്റുകൾ പോലും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായാണ് ലീഗിന്റെ പരാതി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത്, ചങ്ങനാശ്ശേരി നഗരസഭകളിലും സീറ്റ് ചർച്ചകളിൽ ഭിന്നത തുടരുകയാണ്. ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, കോട്ടയത്ത് ലീഗും കോൺഗ്രസും തമ്മിൽ പലകുറി ഈ സീറ്റ് വിഭജിക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്നതാണ്. പക്ഷേ ഇതുവരെ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടിയ യോഗവും എങ്ങനെയാണ് അലസിപ്പിരിഞ്ഞത്? ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ വാർഡുകളിലൊക്കെയാണ് ഇപ്പോൾ കാര്യമായി തർക്കങ്ങൾ ഉള്ളത്? വേഗത്തിൽ പരിഹരിക്കപ്പെടാവുന്ന ഒന്നാണോ അതോ കാര്യമായ തർക്കങ്ങളിലേക്ക് പോകുമോ? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ, അമൃത. ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പ്രധാനമായും അധികമായ ഒരു സീറ്റ് വന്നിട്ടുണ്ട്. കാലങ്ങളായി ലീഗ് ആ ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ ലീഗിന് അത്തരമൊരു ഉറപ്പ് UDFന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ആ സീറ്റിൽ അന്തിമ ധാരണയാവാത്തതാണ് ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് നേതൃത്വവും UDF നേതൃത്വവും കോൺഗ്രസ് നേതാക്കളുമൊക്കെയും ചേർന്നുകൊണ്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പലകുറി നടന്നെങ്കിലും ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ലീഗ് ആവശ്യപ്പെട്ടിരുന്ന എരുമേലി, അതോടൊപ്പം മുണ്ടക്കയം ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണം പരിപാടികൾ തുടങ്ങുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ലീഗ് ഈ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇന്നലെ കോട്ടയം DCCയിൽ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, UDF കൺവീനർ ഫിൽസൺ മാത്യു, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, അതോടൊപ്പം തന്നെ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അസീസ് ബെഡായിൽ എന്നിവർ ആണ് പങ്കെടുത്തത്. ഇവരെ ഈ വിഷയത്തിൽ പലകുറി ചർച്ച നടത്തിയെങ്കിലും ഒരു ധാരണയായില്ല. ഇന്നും ചർച്ച തുടരുമെന്നുള്ള തീരുമാനത്തിലാണ് പിരിഞ്ഞത്. അതിൽ പ്രധാനമായും ലീഗ് ആക്ഷേപവും പരാതിയുമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ജില്ലാ പഞ്ചായത്തിൽ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന പരിഗണന, അത് അവരുടെ ആനുപാതികമായി കോൺഗ്രസ് നൽകുന്ന പരിഗണന പോലും കേവലം ഒരു സീറ്റ് ചോദിച്ച ലീഗിന് നൽകുന്നില്ല. അതോടൊപ്പം തന്നെ ലീഗ് വിജയിച്ച പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി നഗരസഭയിലെ 28-ാം വാർഡ്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകൾ ഒക്കെയും ലീഗ് നേതൃത്വത്തെ മറികടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം കോൺഗ്രസ് തിരിച്ച് അതിന് നൽകുന്ന ഒരു പ്രതികരണം, ഈരാറ്റുപേട്ട നഗരസഭയിൽ അടക്കം ലീഗിന് സ്വാധീനമുണ്ട്. ആ സ്വാധീന മേഖലയിൽ ലീഗിന് 17ഓളം സീറ്റുകൾ വിട്ടു നൽകിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്തായാലും ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് വൈക്കം, അതോടൊപ്പം ഏറ്റുമാനൂർ അടക്കമുള്ള നഗരസഭകളിൽ പ്രാതിനിധ്യം വേണം. കോട്ടയം നഗരസഭയിൽ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേവലം ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ അന്തിമ ധാരണയായിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെയും ഒരു അനുകൂലമായ നിലപാട് UDF നേതൃത്വത്തിൽ നിന്നും ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു തീരുമാനമുണ്ടാകുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. അത് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് UDF നേതൃത്വത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് UDF നേതൃത്വവും അറിയിക്കുന്നുണ്ട്. അതെ, ലീഗിന് അനുകൂലമായൊരു തീരുമാനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. ചർച്ചകളൊക്കെ അതുപോലെ നടക്കുകയാണ്.